ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, KPC പ്രസിഡന്റായിട്ട് ഇത്തവണ ഒരു സ്ത്രീ വരാം. അദ്ദേഹത്തിന് ആലോചിച്ചാൽ അറിയാം അത് വലിയ വിവാദമാകും. പാർട്ടിക്കാർക്കോ മുന്നണിക്കാർക്കോ നാട്ടുകാർക്കോ ഒന്നും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇനി ഒരു ഒഴുക്കൻ മട്ടിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് എപ്പോഴാ നിങ്ങളെ ചീത്തയാക്കാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയില്ല. പല പെണ്ണുങ്ങളും ആണുങ്ങളോട് മത്സരിക്കുന്ന എന്താണ്, തൻ്റെ ശൃംഗാരത്തിലോ തൻ്റെ സൗന്ദര്യത്തിലോ അയാൾ വീഴുമല്ലേ എന്ന തരത്തിലൊരു അധികാര മത്സരം. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോസലത്തിന്റെ അധിപതിയായിട്ട് അയോധ്യ വാഴണമെങ്കിൽ ഇപ്പോൾ ഈ അപവാദം കേട്ട സ്ത്രീയെ ഇരുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നാം. വേറെ ആരും പറഞ്ഞിട്ടല്ല. പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം, അധികാരം പോലെ ഇങ്ങനെ മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന ഒരു സാധനവും. ഇപ്പോൾ കോൺഗ്രസിൽ അടുത്ത ആശയക്കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അത് KPCC അധ്യക്ഷൻ ആരാകും എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ആ കസേരയുടെ കാര്യം പറയുകയാണെങ്കിൽ കെ സുധാകരനെ പോലുള്ള തീപ്പൊരി നേതാക്കൾ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യൻ ആരാകുമെന്നാണ് അഭിപ്രായം? എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട തെറ്റ് ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം പദവികൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് പാടില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയിരിക്കുകയാണ്, അദ്ദേഹം മന്ത്രിയായത്. മന്ത്രി ആവുന്നതോട് കൂടി ആ സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ഉടൻ അദ്ദേഹം ചെയ്യേണ്ടത് KPCC പ്രസിഡന്റ് ആയിരിക്കണം. കാരണം KPCC പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള പലരും ആ പാർട്ടിയിലുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ MP ആവുക, അയാൾ തന്നെ പാർട്ടിയുടെ പ്രധാന സ്ഥാനത്ത് വരിക, MLA ആവുക, അയാൾക്ക് വേറെ സ്ഥാനം ഉണ്ടാവുക, മന്ത്രിയാവുക, വേറെ സ്ഥാനം ഉണ്ടാവുക. ഇന്ന് പാടില്ല. അത് കേന്ദ്രീകരണമാണ്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ് ചെയ്യണം, അപകേന്ദ്രീകരണം. എല്ലാം സാധാരണ കഴിയുന്നത്ര വിപുലമായിട്ട് എല്ലാവരിലേക്കും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ ഈ ഇതെത്തണം, അതിൻ്റെ സൗകര്യങ്ങൾ എത്തണം. അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്ന ഒരു ചർച്ചയിൽ സണ്ണി ജോസഫ് മന്ത്രിയായിട്ട് കാണിച്ച ആദ്യത്തെ അബദ്ധം അദ്ദേഹത്തിൻ്റെ അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചു. പിന്നെ അത് ന്യായീകരിച്ചു. അദ്ദേഹത്തിന് ആലോചിച്ചാൽ അറിയാം അത് വലിയ വിവാദമാകും. പാർട്ടിക്കാർക്കോ മുന്നണിക്കാർക്കോ നാട്ടുകാർക്കോ ഒന്നും അത് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ ഓർക്കുന്നത്, പണ്ട് PK കുഞ്ഞ് 67 എൻ്റെ ഓർമ്മ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസമുള്ളത് മകനെ ആയിരിക്കും എന്ന് അന്ന് തമാശ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നടന്നിട്ട് ഇപ്പം നടക്കില്ല. അപ്പോൾ അന്ന് ആ വിവാദം ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ മന്ത്രിയും KPCC പ്രസിഡന്റുമായ ഒരാൾക്ക് ഈ അബദ്ധം പറ്റിയെന്നാണ്. അന്നെങ്കിലും അദ്ദേഹം രാജിവെക്കണം. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ 10 കൊല്ലം പുറത്ത് നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഈ തരത്തിലുള്ള അധികാര കേന്ദ്രീകരണങ്ങൾ പാടില്ല എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്. അപ്പോൾ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ കോഴിക്കോട്ട്, അദ്ദേഹം MLA ആണ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം MLA ആകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, DC പ്രസിഡന്റ് വേറെ ആളെ ആക്കണം. പല ജില്ലകളിലും ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെ വേണം. അതായത് മന്ത്രിയും KPCC പ്രസിഡന്റ് ഒരാളാകാൻ പാടില്ല, DC പ്രസിഡന്റ് MLA ഒരാളാകാൻ പാടില്ല. കാരണം ആളില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ ഇവര് ഗ്രൂപ്പ് കളിച്ചിട്ടാണ് ഇതൊക്കെ പിടിച്ചു വെക്കുന്നത്. പല താല്പര്യങ്ങൾ, പല നമ്പർ ഇറക്കും. അത് ക്രിസ്ത്യാനിയാണ്, നായരാണ്, മുസ്ലിമാണ്, ഈഴവനാണ്, ദളിതനാണ്, അങ്ങനെയാണ്, പെണ്ണാണ് ഒക്കെ പറഞ്ഞിട്ട്. എന്നാൽ പെണ്ണുങ്ങൾക്ക് കാര്യമായൊരു പെണ്ണുങ്ങളെ അവിടെ ഇട്ടില്ലേനും. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, KPCC പ്രസിഡന്റായിട്ട് ഇത്തവണ ഒരു സ്ത്രീ വരാമോ? പേര് പോലും ഇല്ല, നമ്മൾ ആലോചിക്കേണ്ടല്ലേ. അല്ല, അതായത് ഗാന്ധി പ്രസിഡന്റ് ആകുന്നതിന് മുൻപേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആനി ബസന്റ് 7 കൊല്ലം മുമ്പ്. 1917 ആനി ബസന്റ് ആണ് പ്രസിഡന്റ്, 24 ഗാന്ധി പ്രസിഡന്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത പ്രസിഡന്റ് സരോജിനി നായിഡുവാ. ഇപ്പൊ കേന്ദ്രത്തിൽ സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിട്ടുണ്ട്. എന്താ KPCക്ക് പറ്റി? ഇവിടെയായിരുന്നു. ഇവിടെ എന്നിട്ട് തവണ മറ്റേ കുട്ടിമളം ആരോ ഒന്നുകൊണ്ട് ഇവരുണ്ടായിരുന്നു. പണ്ടാണത്, ഇപ്പോഴല്ല. ഈ അടുത്ത കാലത്തില്ല. CPM-ൽ ഒരിക്കലും സംസ്ഥാന സെക്രട്ടറി ഒരു സ്ത്രീ വന്നിട്ടില്ല. ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടും വന്നിട്ടില്ല. ഇപ്പൊ ബൃന്ദ കാരാട്ട് നല്ല കഴിവുള്ള ആളല്ലേ. സുശീല ഗോപാലൻ, KR ഗൗരിയമ്മ, ആരൊക്കെ. ഇപ്പോൾ മറ്റടുത്താണ് ആനി മസ്ക്രീൻ, അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയുള്ള.
ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീയാക്കൂ, പോട്ടെ VM സുധീറിനെ പ്രസിഡന്റ് ആക്കൂ. എന്താണ്, അദ്ദേഹം ഒരു ആദർശനിഷ്ഠയുള്ള കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ കരിമണൽ ഖനനം പാടില്ല എന്ന് പറയും, മദ്യത്തിന്റെ വ്യാപനം പാടില്ല എന്ന് പറയും, അഴിമതി സ്വജനോക്ഷോഭവും പാടില്ല എന്ന് പറയും. അദ്ദേഹം പാർട്ടിക്കാരനോ അന്യായം ചെയ്തല്ല, പാർട്ടിക്കാരനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംരക്ഷിക്കൂല. ഇപ്പൊ പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, പഴയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു. 45 മരിച്ചുപോയി. 47 വയസ്സിൽ, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. കൊടുങ്ങല്ലൂർക്കാരനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാന പ്രശ്നം എന്താണെന്നറിയാം, പാർട്ടിക്കാരനാണെങ്കിലും സ്വജനപക്ഷപാതമോ അഴിമതിയോ കൊണ്ടുവരാമോ കാണിച്ചാൽ അദ്ദേഹം എതിർക്കും. പാർട്ടിക്കാരനെ സംരക്ഷിക്കല്ല അദ്ദേഹം ചെയ്യുക, പാർട്ടിക്കാരനെ എതിർക്കുക ചെയ്യുക. അതിനോട് പല അനുഭവങ്ങളുണ്ട്. 1936 എൻ്റെ ഓർമ്മ, അദ്ദേഹം KPCC മെമ്പറായിട്ട് മത്സരിച്ചിട്ട് 6 വോട്ട് കിട്ടി തോറ്റു. 39 അദ്ദേഹം KPCC പ്രസിഡന്റായി. അന്ന് EMS ആണ് സെക്രട്ടറി. അങ്ങനെയുണ്ട് ഇവിടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള പല കളികളിൽ അതിൽ ഒരു കളി മതം പറഞ്ഞുള്ളതാണ്, അദ്ദേഹം മുസ്ലിമാന്നുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഭയങ്കര ആദർശവാനാണ്, നിലപാടുള്ളൊരു മനുഷ്യൻ. നിലപാടും അത് നിങ്ങൾ ഒന്നും അദ്ദേഹം മാറൂല, മാറുന്ന പരിപാടിയില്ല. അപ്പോ അദ്ദേഹം തനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഗാന്ധിക്ക് കത്തയച്ചു. പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്കുകൊണ്ട് തനിക്ക് ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു. ഗാന്ധി പറഞ്ഞു വെച്ചത്, നിങ്ങൾ പാർട്ടി പിടിച്ചെടുക്കണം എന്നാണ്. പാർട്ടി പിടിച്ചെടുക്കുക അദ്ദേഹം ചെയ്തു. ഇപ്പൊ വലിയ തമാശ ഞാൻ പറഞ്ഞില്ല, 1934 സെൻട്രൽ അസംബ്ലി വരികയാണ്. സെൻട്രൽ അസംബ്ലിയിലേക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പാർട്ടിയോട് ആലോചിക്കാതെ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രനായിട്ട് നോമിനേഷൻ കൊടുത്തു. പാർട്ടി പിന്നെ പിന്തുണ കൊടുക്കുക ചെയ്ത്. അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കുന്നു സത്താർ സെട്ട്, മുസ്ലിം ലീഗിന്റെ നേതാവ്. അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം തോറ്റുപോയി തവണ, വേറെ. ഞാൻ പറഞ്ഞത്, ആ തരത്തില് പാർട്ടിയെ ശുദ്ധീകരിക്കുന്ന ഒരു പണിയെടുക്കുന്ന ആളാണ് VM സുധീരൻ. അബ്ദുറഹിമാന്റെ അളവിലുണ്ടെന്ന് ഞാൻ പറയില്ല. അബ്ദുറഹിമാൻ ഭയങ്കര പോരാട്ടമാണ് പാർട്ടിക്കകത്ത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അന്ന് കോർപ്പറേഷൻ ആയിട്ടില്ല. അപ്പോൾ മുനിസിപ്പൽ കൗൺസിലറായ കോൺഗ്രസ്സുകാരനായ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മുസ്ലിമായ ഒരു മെമ്പർ, അദ്ദേഹം ഒരു തങ്ങളാണ്. അദ്ദേഹം യാത്രപ്പടിക്ക് ബില്ല് കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്? അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ കയറി പരപ്പരങ്ങാടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ കോഴിക്കോട്ട് ഇറങ്ങുന്നു. അവിടുത്തെ ഒരു കുതിരവണ്ടിയിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പോകുന്നു എന്നാണ്. അത് ഇയാൾ ബില്ല് കൊടുത്തു. അതിനെ എതിർക്കുന്ന അബ്ദുറഹിമാനാണ്. അതിനെ പറഞ്ഞ് ഇത് കളവാണ്, ഇയാൾ കോഴിക്കോട്ട് താമസാ, ഇയാൾ പരപ്പനങ്ങാടിക്കാരനാണ്. പക്ഷെ ഇയാൾ കോഴിക്കോട്ട് ബിസിനസ്സിലുള്ള ഒരു കച്ചവടക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, തന്റെ സുഹൃത്താണ്. പക്ഷെ അന്യായ അബ്ദുറഹിമാൻ സമ്മതിക്കില്ല. മനസ്സിലായി? ഇതാണ് അദ്ദേഹത്തിന്റെ രീതി. അപ്പൊ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. 1924 അദ്ദേഹത്തിന്റെ അൽ-അമീൻ പത്രം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ വിറ്റിട്ട് ആണ് പത്രം തുടങ്ങിയത്. അപ്പോൾ പലപ്പോഴും അതിൽ അന്യായമായ സംഗതിക്കൊന്നും അദ്ദേഹം കൂട്ടുനിൽക്കില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിനും പത്രത്തിനും ഒക്കെ വലിയ സംഭാവന കൊടുക്കുന്ന ഒരു വലിയ പണക്കാരന്റെ ഒരു അഴിമതി പ്രശ്നം മുനിസിപ്പാലിറ്റിയിൽ വന്നു. അപ്പൊ ഇത് അബ്ദുറഹിമാൻ അറിയില്ല, മുനിസിപ്പാലിറ്റിയിൽ ഇതിങ്ങനെ വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അണികൾ അറിഞ്ഞു. അവരെന്ത് ചെയ്തു? അവര് മലപ്പുറം ജില്ലയിൽ, ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ എവിടെ അബ്ദുറഹിമാൻ ഒരു പ്രസംഗം വെച്ചു. പിന്നെയാണ് അബ്ദുറഹിമാൻ ഈ അജണ്ട കാണുന്നത്. അപ്പൊ അബ്ദുറഹിമാൻ പറഞ്ഞു, ഞാൻ ആ മീറ്റിങ്ങിന് വരില്ല, എനിക്ക് മുനിസിപ്പൽ കൗൺസിൽ മീറ്റിംഗ് പങ്കെടുക്കണം. അപ്പൊ ഇവർക്കറിയാം ഇത് വന്ന അബ്ദുറഹിമാൻ ഇയാൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യാൻ. അപ്പൊ അവസാനം അവർ പറഞ്ഞു, സാഹിബ് ഇങ്ങനെ ചെയ്യരുത്, അതിന് പോവാതിരിക്കാൻ നല്ലത്. പോയാലല്ലേ വോട്ട് ചെയ്യേണ്ട പ്രശ്നം. കാരണം പത്രത്തിന് വലിയ സംഭാവനയും പരസ്യം തരുന്ന ഒരാളാണ് ഇയാൾ. അയാളുടെ ഒരു കാര്യം വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും, അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ എതിരായി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എതിരായി വോട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ കാര്യം തോറ്റു. അയാൾ സംഭാവനയും പരസ്യവും നിർത്തി. അങ്ങനെയും കൂടിയാണ് അൽ-അമീൻ നിന്നു പോയത്. അബ്ദുറഹിമാൻ അതൊന്നും വിഷയമല്ല.
മനസ്സിലായോ? അതെ അതെ അതെ. അപ്പോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് VM സുധീരൻ വരുന്നതും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടായി ആണ്. അല്ല എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അബ്ദുറഹ്മാന്റെ പത്രത്തിന്റെ പേര് അല്ലമീൻ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ സാധാരണ പത്രത്തിന്റെ ഒരു മുദ്രാവചനം എവിടെ കൊടുക്കുക? ഇപ്പൊ മനോരമ ധർമ്മോ അസ്മത് കുല ദൈവം എന്ന് കൊടുക്കും. അത് ഉള്ളിലെ പേജിൽ എഡിറ്റ് പേജിൽ എഡിറ്റോറിയലിന്റെ മുകളിലാണ് കൊടുക്കുക. ഇപ്പൊ മാതൃഭൂമി സത്യം സമത്വം സ്വാതന്ത്ര്യം കൊടുത്താൽ എവിടെയാ? അബ്ദുറഹ്മാന്റെ മുദ്രാവചനം എന്താണെന്നറിയാം? സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ. അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. അതിൻ്റെ അടിയിൽ ഒരു വരിയോടി ഉണ്ട്, വിശുദ്ധ ഖുർആൻ. അത് അൽ അമീൻ എന്നടിച്ചതിന് നേരെ താഴെ അത് അച്ചടിക്കും. 1-ാം പേജിൽ മുദ്രാവചനം അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത്ര കർക്കശമാണ്. അതെ. അപ്പൊ സത്യം വിട്ടൊരു കളിയില്ല. അധികാരം, നേതൃത്വം, പ്രസിദ്ധി, പണം ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല, അറിയോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല അബ്ദുറഹ്മാൻ. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വേറൊരാളെ എനിക്ക് അറിയുള്ളൂ. അതിന്റെ പേര് മഹാത്മാഗാന്ധി. കെ കേളപ്പൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്ര റുപ്യ ഉള്ളതെന്ന് അറിയാം? 28 റുപ്യ. KP കേശവനും മരിക്കുമ്പോൾ എത്ര റുപ്യ ഉണ്ടെന്ന് അറിയാം? മാധവി ചീഫ് സെക്രട്ടറി ആയിരുന്നു മരണം വരെ. 3000 റുപ്യ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ജോലി ചെയ്ത ആളാ. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ പല ആൾക്കും മണി ഓർഡർ അയക്കാണ്. 25 റുപ്യ, 10 റുപ്യ, 30 റുപ്യൊക്കെ സ്ഥിരമായിട്ട്. കാരണം ചില കുട്ടികൾക്ക് പഠിക്കാൻ സഹായം കൊടുക്കുന്നുണ്ടായിരുന്നു. സമ്പന്നനൊരാളല്ല കേശവമേനോൻ. അദ്ദേഹത്തിന് സ്വന്തം വീടുണ്ടായിരുന്നില്ല. കോഴിക്കോട്ട് അദ്ദേഹം താമസിച്ച് വാടക വീട്ടില്ല. മനസ്സിലായോ? അതൊക്കെയാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോ 10 വർഷങ്ങൾക്ക് ശേഷം ഭരണം കിട്ടി. ഇനി ഒരു ഒഴുക്കൻ മട്ടിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ നമ്മൾ പറയാറായിട്ടില്ല. എന്താ വെച്ചാല് ഇത് ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് അത് എപ്പോഴാണ് നിങ്ങളെ ചീത്തയാക്കാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയില്ല. അതെ. ആക്ടൺ എന്ന് പേരായിട്ട് ഒരു ബ്രിട്ടീഷ് ചിന്തകനുണ്ട്, ലോർഡ് ആക്ടൺ. അദ്ദേഹം 1902 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കും. അദ്ദേഹം പറഞ്ഞത്, അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അപ്പം അതുകൊണ്ട് ഇവരെപ്പോഴാ ചീത്തയാവുക, എപ്പോഴാ അവർക്ക് തലവണ്ണം വയ്ക്കുക, എപ്പോഴാ അധികാരം അഹമ്മദി തലക്ക് പിടിക്കുക, പറയാൻ പറ്റില്ല. നമ്മൾ സഖാക്കളുടെ കണ്ടല്ലോ, അവരൊന്നും അടിസ്ഥാനപരമായി ചീത്ത ആൾക്കാരല്ല. ഇതിങ്ങനെ ഇത് ലഹരിയാണ്. മദ്യത്തെക്കാളും പണത്തെക്കാളും സ്ത്രീയെക്കാളും ഏറ്റവും ലഹരിയുള്ള സാധനം അധികാരം. അത്ര ഇപ്പോൾ ആഡ്ലർ എന്ന് പേരായിട്ടൊരു മനഃശാസ്ത്ര ചിന്തകനുണ്ട്. അദ്ദേഹം ഫ്രോയിഡിൻ്റെ ശിഷ്യനാണ്. പക്ഷെ ഫ്രോയിഡിനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫ്രോയിഡ് പറഞ്ഞൊരു കാര്യം, ഏറ്റവും വലിയ മനുഷ്യൻ്റെ ശക്തി, എനർജി, ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗികമായ ഊർജമാണ്, ലൈംഗികമായ താല്പര്യമാണെന്നാണ്. സെക്സാണ്, സെക്ഷൽ എനർജി. അപ്പോൾ ആഡ്ലർ പറയാണ്, അല്ല, അധികാരമാണ്. സെക്സ് പോലും അധികാര സ്ഥാപനമാണെന്നാണ് ആഡ്ലർ പറഞ്ഞത്. എന്താ സെക്സ് സംഭവിക്കുന്നത്? ഒരാളുടെ മേലെ നിങ്ങളുടെ അധികാരം സ്ഥാപിക്കുകയാണ്. അതിനൊരു മേൽകീഴുണ്ടല്ലോ. അത് ചിലപ്പോൾ സ്ത്രീയുടെ ആയിരിക്കും, മിക്ക സമയത്ത് ആണിൻ്റെ ആണത് അധികാര സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആണും പെണ്ണും ഇണയേറുമ്പോഴാണെങ്കിലും, ആണും ഇണയേറുമ്പോഴാണെങ്കിലും, പെണ്ണും ഇണയേറുമ്പോഴാണെങ്കിലും ഒക്കെ ഒരാൾ മേലെ ഒരാൾ താഴെയാ. ഫിസിക്കലായിട്ടല്ല, മാനസികമായിട്ട് ഒരാളെ കീഴ്പ്പെടുത്തുകയാണ്. അധികാരം സ്ഥാപിക്കുക, അധികാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡ്രൈവ് എന്ന് ആഡ്ലർ പറയും. ഇപ്പോൾ രണ്ടാൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ, സുഹൃത്തുക്കൾ പെരുമാറുമ്പോൾ ഒരു അദൃശ്യമായ വടംവലി, ഒരു ടഗ് ഓഫ് വാർ ഉണ്ട്. ആരാ മേലെ? ഇപ്പോൾ ഒരു സുന്ദരനെ കണ്ടു, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അംഗീകരിക്കും, നമ്മളെക്കാൾ സൗന്ദര്യം ഉണ്ട് അയാൾക്ക്. ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കില്ല, ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും നമ്മളെക്കാൾ ബലം ഉണ്ടായേക്ക്, അല്ലെ നമ്മളെക്കാൾ പ്രസിദ്ധിയുണ്ട്, അല്ലെ നമ്മളെക്കാൾ പണമുണ്ട്, അല്ലെ നമ്മളെക്കാൾ വ്യക്തിമഹത്വമുണ്ട്. ഇതൊന്നും വേണ്ട. അധികാരം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മത്സരിക്കാൻ പോകുമല്ലോ, അയാൾ മേലെയാണല്ലോ, നിങ്ങൾ താഴെയാണ്. ഇറ്റ് ഇസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അതിലൊക്കെ അറിയാതെ. മറ്റിപ്പോൾ നമ്മൾ ബസ്സിൽ ട്രെയിനിൽ ഒരാളെ കാണുന്നപ്പോൾ ഒന്നും വേണ്ട, ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കറിയാം. നമ്മൾ ആദ്യം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പല കുട്ടികളുടെയും മൊത്തം ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടതാണ്, അവനൊരു പിടുത്തുണ്ട്,
മുതിർന്ന ചെറിയ ക്ലാസ്സിലെ പിള്ളേരല്ല പറഞ്ഞു. BA ഉണ്ട്, MA എന്തായാലും ഉണ്ട്. ഞാൻ MA MPhilനൊക്കെ ക്ലാസ് എടുത്ത് 36 കൊല്ലം. അപ്പോൾ ആദ്യത്തെ 3-4 ക്ലാസ്സിൽ ഇവൻ നമ്മളോട് ഇങ്ങനെ മത്സരിച്ച് മുഖം കണ്ടാ അറിയാം. ഒരു കമ്പവലി. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളെക്കാൾ വിവരമുണ്ട്, അല്ലെ നമ്മളെക്കാൾ അയാൾക്ക് നർമ്മബോധമുണ്ട്, അല്ലെ അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ട് എന്നൊക്കെ ആയിട്ടാണ് കുട്ടികൾ അംഗീകരിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇപ്പം ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ എന്തിലാണ് വീഴുന്നത് എന്നൊക്കെ ഉള്ളത്, ഇപ്പം പല പെണ്ണുങ്ങളും ആണുങ്ങളോട് മത്സരിക്കുന്ന എന്താണ്, തൻ്റെ ശൃംഗാരത്തിലോ തൻ്റെ സൗന്ദര്യത്തിലോ അയാൾ വീഴുമല്ലേ എന്ന തരത്തിലൊരു അധികാര മത്സരമുണ്ട്. അതൊക്കെ അധികാരമാണ്. സൗന്ദര്യം ഒരു അധികാരമാണ്. സൗന്ദര്യം അധികാരമാണ്. അതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ക്ലിയോപാട്ര. അവൾ സൗന്ദര്യം കൊണ്ടാണ് ലോകം ജയിച്ചത്. മഹാസുന്ദരിയാണ്. ചരിത്രത്തിൽ അത്രയും സുന്ദരിയായിട്ടൊരാളില്ല. മാത്രമല്ല മഹാബുദ്ധിമതിയാണ്. വെറും സൗന്ദര്യവും ശരീരവും മാത്രമല്ല. അതായത് ഇപ്പൊ ഗവേഷണം നടക്കുന്നത് ഈ ക്രിസ്തുവിന് മുമ്പ് മരിച്ച ഒരാളെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ. 2000 കൊല്ലം മുമ്പ് മരിച്ച ഒരാളെ പറ്റി ഞാൻ പറയുന്നത്. ഈജിപ്തിലെ റാണിയായിരുന്നു. അവൾ ഉപയോഗിച്ച പെർഫ്യൂംസ് ഉണ്ട്. ആ പെർഫ്യൂംസ്, സുഗന്ധങ്ങൾ, അതിൻ്റെ ചേരുവ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഗവേഷണം നടക്കുന്നുണ്ട്. കാരണം എപ്പോഴും അവൾ കപ്പലിൽ വരുമ്പോൾ കപ്പൽ അടുക്കുമ്പോഴേക്ക് അവളെ കാണുന്നതിന് മുമ്പ് അവളുടെ ഗന്ധം പരക്കും. അത് ജൂലിയസ് സീസർ, ചെറിയ ആളാണോ, റോമാധിപതിയായിരുന്നു ജൂലിയസ് സീസർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാർക്കാനണി. അവരൊക്കെ അവളുടെ സൗന്ദര്യത്തിൽ വീണു. അവൾ 9 ഭാഷ സംസാരിക്കുകയായിരുന്നു. 9 ഭാഷയിൽ എഴുതാനും സംസാരിക്കാനും വായിക്കാനും കഴിയുന്ന ആളാണ് ക്ലിയോപാട്ര. വളരെ ബുദ്ധിമതിയാണ്. ഫിലോസഫിയോ ഗണിതശാസ്ത്രമോ സാഹിത്യമൊക്കെ അവൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ചിലതൊക്കെ അവൾ എഴുതിയിട്ടുണ്ട്. ചെറിയ ആളൊന്നുമല്ല. അവള് 2 വട്ടം കല്യാണം കഴിച്ചു. അന്നത്തെ രീതി അനുസരിച്ച് അവളുടെ സഹോദരന്മാർ തന്നെ കല്യാണം കഴിച്ചു. ടോളമി 13 ടോളമി 14 മരിച്ചു, 14 മരിച്ചു. അവൾ കൊന്നാന്നൊരു കഥയുണ്ട്. കാരണം കല്യാണം കഴിച്ചാൽ അധികാരം പങ്കുവെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അധികാരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഈ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് ശരിയല്ലാന്നേ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്നാണ്. കനകം മൂലം കാമിനി മൂലം, പണം പെണ്ണ്. 18-ാം നൂറ്റാണ്ടുകാരനാ നമ്പ്യാര്. അന്ന് നിങ്ങൾക്ക് അധികാരം ജന്മസിദ്ധാണ്, ഇലക്ഷനിൽ കിട്ടില്ല. രാജാവിന്റെ മകനാണെങ്കിൽ നിങ്ങൾ രാജാവാവുള്ളൂ. രാജാവ് മരിച്ചോണ്ട് നിങ്ങൾ രാജാവാവൂല. രാജാവിന്റെ മകനോ മകളുടെ ഭർത്താവോ മകളോ ഒക്കെ ആവണം. മനസ്സിലായോ? അപ്പോ ഈ കനകം കിട്ടും, അധികാരം കിട്ടിയാലും അല്ലേ. കാമിനി ഏതായാലും കിട്ടുമല്ലോ അധികാരം ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോ ഞാൻ പറഞ്ഞത് കനകത്തെക്കാളും കാമിനേക്കാളും ഒക്കെ വലിയ സംഗതിയാണ് അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് ലോകത്തില് എന്തും നിരാകരിക്കാൻ കഴിയുന്ന ആളാണ് എന്നാണ് രാമനെ പറ്റി നമ്മൾ പഠിച്ചത്. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ രാജ്യം ഉപേക്ഷിച്ചു പോയി അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി. 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. അടുത്ത കൊല്ലം 7 മാസം ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിക്കുക. എന്തിനാ? അത് അധികാരത്തിന് വേണ്ടിയാ. അധികാരത്തിന് വേണ്ടിയാ. കോസലത്തിന്റെ അധിപതിയായിട്ട് അയോധ്യ വാഴണമെങ്കിൽ ഇപ്പൊ ഈ അപവാദം കേട്ട സ്ത്രീയെ ഇരുത്തിയാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നാ. വേറെ ആരും പറഞ്ഞിട്ടല്ല. പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം, അധികാരം പോലെ ഇങ്ങനെ മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന ഒരു സാധനവുമില്ല. ഇപ്പൊ തന്നെ ചില CPM നേതാക്കന്മാരെ പ്രസംഗം കേൾക്കുമ്പോൾ, KK രാഗേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം കേട്ട് ഞാൻ വിളിച്ച് ഭരണം മാറിയത് പുള്ളി തിരിച്ചറിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യബോധമില്ലാതെ. യാഥാർത്ഥ്യബോധമൊന്നും ഉണ്ടാവില്ല. അത് ഇപ്പൊ എനിക്കൊന്ന് വോട്ടെടുപ്പിന് ശേഷം, വോട്ടെണ്ണലിന് ശേഷം പല നേതാക്കളും ഇത് തോൽവിയാണെന്ന് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. അതിന്റെ ബാക്കി ഞാൻ എനിക്കറിയുന്ന ഇപ്പൊ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാര് 10-20 കൊല്ലം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടിരിക്കും. റിട്ടയർ ചെയ്ത പിറ്റേന്നും വരും. 2-3 മാസം അവിടെ വന്നിരിക്കും. അംഗീകരിക്കാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാ അതെനിക്കൊന്ന് പത്തനാപുരത്ത് നമ്മുടെ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന് മനസ്സിലായില്ല. KB ഗണേഷ് കുമാർ 25 കൊല്ലം MLA ആയിരുന്നു, പലവട്ടം മന്ത്രിയായി. അദ്ദേഹത്തിന് വലിയ അഹങ്കാരമുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, മിടുക്കനാണ്, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല, മിടുക്കനാണ്. അതെ, തീർച്ചയായിട്ടും കാര്യപ്രാപ്തിയുള്ള ആളാണ്. പക്ഷെ നന്മയില്ല. അപ്പൊ അദ്ദേഹത്തിന് അച്ഛന് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമില്ല. സ്വന്തം പെങ്ങൾക്ക് നല്ല അഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ 2 തവണ കല്യാണം കഴിച്ചു, ഭാര്യമാർക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തെ പറ്റി അഭിപ്രായമുള്ള ആളുകൾ അദ്ദേഹമായിട്ട് വേറെ വഴിവിട്ട ബന്ധങ്ങളുള്ള സ്ത്രീകൾക്ക് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമുള്ളത്. ഇപ്പൊ സരിതാ നായർക്ക് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമായിരിക്കും. അവരൊരു കുറ്റം ഇയാളെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
മനസ്സിലായി? അപ്പോ ഞാൻ പറയുന്നത് ഈ അധികാരം എന്ന് പറയുന്നത് ശരിക്കും ലഹരി ഇറങ്ങിയിട്ടില്ല. കെ രാഗേഷൻ ലഹരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയൂ ആ ഷെഡ് മാത്രമല്ല അതിന്റെ അടിയിലുള്ള മാന്താൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് ഞങ്ങള്. ഇത് നിങ്ങൾ തോറ്റു മൂക്കുടഞ്ഞ് കുത്തിരിക്കുക അവിടെ. തളിപ്പറം ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ആണല്ലോ ഇപ്പൊ കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ തോറ്റതാണല്ലോ CPM ഏറ്റവും വലിയ തോൽവി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇയാൾ എന്നേ രാജിവെക്കണം. ആ റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന് ഇയാൾ രാജിവെക്കണ്ടേ? സെക്രട്ടറി സ്ഥാനം രാജിവെച്ചില്ലല്ലോ. ഇപ്പൊ MP ഗോവിന്ദ മാഷ് സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കണ്ടേ? അമ്മാരി തോൽവിയല്ലേ? ഇത്രയും വോട്ട് ഷെയർ കുറഞ്ഞൊരു അവസ്ഥ CPM ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന 13 മന്ത്രിമാര് തോറ്റു, 50 MLA തോറ്റു, എന്നിട്ടും പറയാണ് ഭരണവിരുദ്ധ വികാരമെല്ലാം. ചരിത്രത്തിലുണ്ടോ 13 മന്ത്രിമാര് ഒന്നിച്ച് തോൽക്കുക, 50 MLA തോൽക്കുക, സിറ്റിംഗ് MLA എന്നിട്ട് പറയാണ് ഭരണവിരുദ്ധ വികാരമെല്ലാം. അതെ, ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത ഏതെങ്കിലും മണ്ഡലത്തെ പറ്റിയോ ജില്ലയെ പറ്റിയോ ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വീണ്ടും അത് ന്യായീകരിക്കാം. ഈ പറയുന്ന കൊല്ലം പോലെ തൃക്കരിപ്പൂരിൽ എങ്ങനെയാ സന്ദീപ് വാര്യർ ജയിക്കാം? നേരത്തെ അവിടെ അദ്ദേഹത്തിന് എന്ത് പേരാണുള്ളത്? സന്ദീപ് വാര്യർ BJP-കാരനായിരുന്നു. അതെ, കോൺഗ്രസിൽ പോലും ഒന്നുമില്ല. അല്ല, അദ്ദേഹം നേരത്തെ BJP-കാരനാണ്. അന്ന് UDF-ലോ LDF-ലോ അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവേണ്ട വിഷയമല്ല. ഈ അടുത്താണ് മാറി വന്നത്, കോൺഗ്രസിലേക്ക് വന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ബന്ധുവില്ലാത്ത സ്ഥലത്ത് മത്സരിക്കുന്നത്. അവിടെ CPM-ന്റെ കോട്ടയാ. ഇപ്പൊ പയ്യന്നൂര് കോട്ടയല്ലേ? TI മധുസൂദനൻ നേരത്തെ 50,000-ലധികം വോട്ടിന് ജയിച്ച സ്ഥലത്താ കുഞ്ഞുകൃഷ്ണൻ ജയിക്കുന്നത്. അതും മുൻ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളെന്ന നിലയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആരോപണം നാട്ടുകാർ ശരിവെച്ചു. അപ്പൊ ഇത് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ CPM-നാണെങ്കിൽ അവർ പറയില്ലേ ജനങ്ങളുടെ കോടതി ഞങ്ങളെ നിരപരാധികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയ വർത്താനായിരിക്കും. അപ്പൊ യാഥാർത്ഥ്യബോധം ഇവർക്കിപ്പോ എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഭരണമില്ലാതെയായി എന്നുള്ള യാഥാർത്ഥ്യബോധം പിണറായിക്കുണ്ടോ സംശയം എനിക്ക്. ഗോവിന്ദ മാഷക്ക് ഏതായാലും ഇല്ല, രാഗേഷിനില്ല. അതെ, ഇപ്പം പയ്യന്നൂരിന്റെ കാര്യം വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ ഈ ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ കഴിഞ്ഞ ദിവസം TI മധുസൂദനൻ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ട് മുൻപ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമല്ലേ അവിടെ ഉണ്ട്. അത് അഹങ്കാരാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ്. അത് പൊതുജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ബഹുജനങ്ങളോട് പറഞ്ഞോളാം എന്നാണ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം രാഗേഷിന് തന്നെ അറിയാൻ സംശയിക്കും. അപ്പൊ ജനങ്ങളോട് പിരിച്ച ഫണ്ട് അല്ല, നാട്ടുകാരോട് പാർട്ടിക്കാരോട് പിരിച്ച ഫണ്ടാണ് കണക്ക് പറയണ്ടേ. അതെ, കണക്ക് പറയാന്നുള്ളതൊരു അടിസ്ഥാന ആവശ്യമല്ലേ, ഉത്തരവാദിത്തല്ലേ, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പോഴും അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന തോന്നുന്നത് എന്തുകൊണ്ടാ? അവരിപ്പോഴും ഭരണത്തിലുണ്ട്. 10 കൊല്ലമൊക്കെ നിരന്തരം ഭരിച്ചാല് അത് ആ കലി ഇറങ്ങിപ്പോവാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് CPM-ന്റെ LDF-ന്റെ പതനത്തിന്റെ വലിയൊരു കാരണം, വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. പക്ഷെ ഇപ്പോഴും പിണറായിയുടെ നാവിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു വാചകം കേട്ടിട്ടില്ല. അല്ല, പിണറായി ആണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, 2-3 ചർച്ചയിൽ പറഞ്ഞു, മിത്രം വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പിണറായി വിജയന് ശത്രു വേറെ വേണ്ടി വരില്ല. കറക്റ്റായിരുന്നത്. കാരണം എല്ലാ ഇലക്ഷനിലും അദ്ദേഹം ആരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞോ അവരൊക്കെ ജയിപ്പിക്കുക, ആരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞോ അവരൊക്കെ തോൽപ്പിക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നത് സ്വകാര്യ. പരസ്യമായിട്ട് കൈബന്ധിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനെതിരായിട്ട് ആരും കൈവെക്കൂല. പക്ഷെ ജനാധിപത്യത്തിന്റെ ഒരു വലിയ സൗകര്യം എന്താ? വോട്ട് എന്ന് പറഞ്ഞ രഹസ്യമാണ്, പ്രൈവറ്റാണ്, സ്വകാര്യമാണ്, രഹസ്യമാണ്. അപ്പോ അദ്ദേഹം ആ പാർട്ടി സംഘടനയ്ക്കകത്ത് മത്സരിച്ചാല് തീർച്ച സ്വകാര്യമാണ് വോട്ടെങ്കിൽ അദ്ദേഹം ജയിക്കുന്ന ഞാൻ വിചാരിക്കില്ല സെക്രട്ടറി സ്ഥാനത്തേക്ക്. ഇപ്പൊ 30 കൊല്ലം 32 കൊല്ലമായി. അപ്പോ പിണറായി വിജയന് യാഥാർത്ഥ്യബോധം തീരെ കുറവാണെന്ന് എനിക്ക് പണ്ടേ ഒരു തോന്നലുണ്ട്. കാരണം അബ്ദുൽ നാസർ മദിനെ കൊണ്ടുവരുന്ന അദ്ദേഹം അന്നേ അബ്ദുൽ നാസർ മദിനിക്ക് അണികളില്ല എന്ന് എനിക്കും കൂടി അറിയാം. കാരണം അദ്ദേഹത്തിന് അണികളാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് SDP ഒക്കെ ആയി പോയത്. അദ്ദേഹം 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ കടന്നില്ലേ. 2009 ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് മനസ്സിലായത് ഇയാളുടെ കൂടെ ആരുമില്ല, ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. അബ്ദുൽ നാസർ മദിനെ ഇപ്പൊ UDF-നും വേണ്ട, LDF-നും വേണ്ട, ആർക്കും വേണ്ട. കണ്ടോ, വല്ലപ്പോഴും വരുന്ന വാർത്തകൾ മാത്രമാണ് ചുരുങ്ങി. അതിപ്പോ അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞു, അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹം ജയിലിൽ കിടന്നു, മറ്റേ കുറച്ച് അല്ല അദ്ദേഹത്തോട് വലിയ അന്യായം കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല. ഒരാള് കുറ്റവാളിയാണോ അല്ലേന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അന്യായം കാണിച്ചതിനെ പറ്റി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല.
നന്ദി.